ഗൈസ് നമ്മൾ മൈനിങ്ങിന് പോയതായിരുന്നു. നിൽക്കടാ നിപ്പ് കണ്ട 24 ഡയമണ്ട് ഡിസ്പൗൺ വന്നതിൻ്റെ മുമ്പൊക്കെ പോയിടുക്കട്ടെ. നമ്മൾ പിക്കാക്സ് സെറ്റാക്കി. ഫോർച്യൂൺ 3 നമ്മുടെ വീട്ടിലെ ട്രേഡിംഗ് ഹാളിൽ നല്ല റേറ്റ് ആയിരുന്നു. അത് കാണിച്ചു തരാം. 43 എമറാൾഡ്സ് എങ്ങാനും ഉണ്ട്. നമ്മുടെ കയ്യിൽ എമറാൾഡ് ഭയങ്കര കുറവായിരുന്നു. ഇതാകണ്ട ഇവിടെ എഴുതി വെച്ചിട്ട് 43. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, നമ്മളെ സിദ്ധു ബ്രോയുടെ കട പോയിട്ട് എമറാൾഡ് വാങ്ങി. ഒരു ഡയമണ്ട് കൊടുത്തിട്ട് 25 ഡയമണ്ട് കിട്ടിയായിരുന്നു ടോട്ടൽ. ഒരു ഡയമണ്ട് അങ്ങനെ ചിലവാക്കി. അതിൻ്റെ ഒരു 100 ചെസ്റ്റും കൂടെ ഉണ്ടാക്കണം. ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ഓക്കെ നമ്മൾ ഫുൾ ഡയമണ്ട് ആർമർ ആയിട്ടുണ്ട്. അതും ഒരു അച്ചീവ്മെൻ്റ് ആണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പരിപാടി എന്ന് പറയുന്നത്, നമ്മൾ ബൈ ദ വൈ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, നമ്മൾ മറ്റേ വീക്ക്ലി ഇവൻ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു ബിക്കോസ് ഓഫ് ടൈം. ബട്ട് നമ്മളെ കയ്യിലൊരു മോഡൽ ഉണ്ടായിരുന്നു. നമ്മൾ ക്രിയേറ്റീവാക്കി കിട്ടിയപ്പോൾ ഒരു മോഡൽ ഉണ്ടായിരുന്നു. അപ്പം അതൊന്ന് ഭയങ്കര ചെറുതായിരുന്നു. ഏതായാലും ഞാൻ സ്റ്റാർട്ടർ ഹൗസ് ഉണ്ടാക്കൽ മസ്റ്റാണല്ലോ, അപ്പോൾ അത് ചെയ്യാമെന്ന് കരുതിയിരുന്നു. അപ്പോൾ ഏതായാലും ചെയ്യുന്നല്ലേ, ഒന്ന് വലുതാക്കി ഉണ്ടാക്കിയേക്കാമെന്ന് കരുതി. ഞാനൊരു സ്റ്റോൺ കട്ടർ സെറ്റ് ചെയ്യട്ടെ. എന്നിട്ട് അവിടെ നമ്മൾ ബേസ് ഉണ്ടാക്കുന്നിടത്ത് പോയിട്ട് കൂമ്പസ് നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ ഒരു ഗോൾഡൻ ഷവൽ അതിലുണ്ടായിരുന്ന ശേഷം ഞാൻ കണ്ടില്ല. ഓക്കെ, ഫസ്റ്റ് നമ്മളെ ബേസ്മെൻറ്റ് പ്ലാന് ഞാനൊന്ന് വരക്കുന്നതിന് മുമ്പ് ഒരു അയൺ ഷവൽ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ടാണ് ഈ ക്ലൈമിന് ഗോൾഡ് ഷവൽ വെച്ചത്. പിന്നെ ഷവല് ചീപ്പല്ല ഉണ്ടാക്കാൻ. ഓക്കെ, ഐ തിങ്ക് ഇതൊരു ടൈം ലാപ്സ് കണ്ടോളി. ഫ്ലാറ്റായി കഴിഞ്ഞാൽ ഒന്നുകൂടെ ടെറാഫോമും ചെയ്യേണ്ടി വരും. സോ ഇത്രയും മതി. ഈ പ്ലാൻ വെക്കണം. ബേസ്മെൻറ്റ് നാല് 5 ഇവിടെയും ബാരൽ വരും. ഓ, ഈ ചെസ്റ്റ് മാറ്റിൻ്റെ ചെസ്റ്റ് ആൾക്കാരപ്പം സീൻ ഐറ്റംസ് ആയതുകൊണ്ട് നമുക്ക് ഇത് പ്ലാനിങ് വെക്കുമ്പോഴത്തേന് 2 മണിക്കൂറാവും.
ഓക്കെ, കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ട് ഇവിടെ ബാരൽ വരും. 1 2 3 4 ഇവിടെയും ബാരൽ വരും. എന്നിട്ട് ഇവിടെ 1 3 4 5. ഓക്കെ, ഇനി ഇവിടെ ബാരൽ വരും. 1 2 ഇവിടെ സോറി 1 2 3 4 5. ഓക്കെ, ഇവിടെ ബാരൽ വരും. 1 2 3 4 5. ഓക്കെ, ഇപ്പോൾ ഇവിടെ എത്തി. ഇപ്പോൾ ഇവിടെ ബാരൽ വരും. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇവിടെ ബാരൽ വരും. 1 2 3 4 5. ഓക്കെ, ഇവിടെ ബാരൽ വരും. ഇവിടെ ഷാവൽ ചെയ്യുക. ഇവിടെ ബാരൽ വരും. അപ്പം നമുക്ക് ബാരൽ ക്രാഫ്റ്റ് ചെയ്ത് വെക്കാം. ഐ തിങ്ക് ഒരു ചെസ്റ്റ് ആക്കി കഴിഞ്ഞാൽ വലിയ ഇഷ്യൂ ഉണ്ടാവില്ല തോന്നുന്നു. അപ്പോൾ അപ്പുറത്ത് പൊട്ടിക്കണമല്ലേ, നോ ഇഷ്യൂസ്. ഇപ്പം ആവശ്യമുള്ള ബ്ലോക്സ് മാത്രം കയ്യിലെടുക്കുക. ഞാൻ ഡാർക്ക് കോപ്പി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഡാർക്ക് കോപ്പി വേണ്ട. ഓൾ സെറ്റ്. ഇനി കുറച്ച് ബാരൽ സ്ലാബ് വേണ്ടേ. സ്ലാബൊക്കെ ഇതിലിപ്പോഴാണ് ഉണ്ടാക്കുന്നത്. പ്ലാങ്ക് എത്ര ബാരലാണ് വണ്ടി? 8 ബാരൽ. ഓക്കെ, ഞാൻ ബാരൽ വെച്ചിട്ട് ഇവിടെ കുറച്ച് ഈ ബാരൽ വെക്കുന്നിടത്താണ് നമ്മൾ പില്ലർ വെക്കുന്നത്. അപ്പം അവിടെ പില്ലർ വെച്ച് ഒക്കെ കണക്ട് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് ചിലപ്പോൾ ബാരൽ വെക്കുന്ന നിങ്ങളതാണ്. പിന്നെ ഇത് ഞാൻ ട്യൂട്ടോറിയൽ നോക്കി ഉണ്ടാക്കുന്നതല്ല. നമ്മളിപ്പോൾ പഴയ ചാനലൊന്നുമല്ല. നമ്മൾ ബാരൽ വെക്കുന്ന ടൈമിൽ നമ്മളുള്ള കൊടുത്തേക്കാം. നമ്മുടെ കെമിക്സ് സേവ് ATT ആണ്. ATG ഇൻസ്ട്രക്ഷൻസ് ആണത് ഫോർ ദ വീക്ക്ലി വൺ. ഇത് ഐ തിങ്ക് 15 ഇല്ല. അവിടെ ഒരു ഇത് വെക്കാം, നമുക്ക് ഫെൻസ് ഗേറ്റൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അത് ബേസിൻ്റെ ഇതിൽ കൂട്ടണം എന്നാണ് ഐ തിങ്ക്. കൂട്ടിയില്ലെങ്കിൽ ഇഷ്യൂ ഏതായാലും സ്റ്റാർട്ടർ പീസ് അല്ലേ, ആവശ്യം വരും. ഓക്കെ, ഇനി ഞാൻ ഈ പില്ലറൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. ട്യൂട്ടോറിയൽ നോക്കി ഉണ്ടാക്കാനും പറ്റില്ല.
ബാക്കിയുള്ള ബിൽഡേഴ്സിൻ്റെ കോപ്പി അടിക്കാനൊന്നും പറ്റില്ല, അലൗഡ് അല്ല. അപ്പം സോ ഇതിൽ മിക്കവാറും എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആകണമല്ലോ നമ്മൾ ചെയ്യുമ്പോൾ. ഓ, ഇവിടെ മിസ് ചെയ്തു. ഇനി ഞാനേ കുറച്ച് കോബിൾ സ്റ്റോൺ കോബിൾ സ്റ്റോൺ ക്യാച്ച് ചെയ്യുന്ന ആളോടെ. ഓ മാൻ, ഇന്ന് ഫുൾ ഭാഗ്യമാണ്, ഫുൾ ഭാഗ്യം. അറിഞ്ഞോണ്ടോ അറിയാതോ എങ്ങനെയൊക്കെയോ ഭാഗ്യം വരുന്നുണ്ട്. 30 എമറാൾഡ്സ് അല്ലേ, നോ ഇഷ്യൂസ്. എക്സ്പി ഉണ്ടല്ലോ. 30 എമറാൾഡ്സ് ഇല്ലെങ്കിൽ നമ്മൾ എമറാൾഡ് ഷോപ്പൊക്കെ ഉണ്ട്, അവിടെ പോയിട്ട് എമറാൾഡ് വാങ്ങും. ഓ 32 ഉണ്ട്. ആരൊക്കെ അവനല്ലേ. ഓ മാൻ, താങ്ക്സ് അടാ, താങ്ക്സ്. ഓക്കെ, നിനക്ക് ഞാനൊരു ഉമ്മ തരാം. ഓക്കെ മതി. ഓക്കെ, ഞാനേ ഇന്ന് 2 സ്റ്റാക്ക് സ്റ്റോണങ്ങ് ഒപ്പിച്ചിട്ട് നിങ്ങളെ ഞാനിന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഇതാ വരുന്നു. ഓക്കെ, നമ്മൾ 3 സ്റ്റാക്ക് സ്റ്റോൺ മൈൻ ചെയ്തു. 2 സ്റ്റാക്ക് തികയില്ല എന്ന് തോന്നിയത് കൊണ്ട് 3 സ്റ്റാക്ക് ചെയ്തു. ഇനി ഈ മണ്ടൻ്റെ ഇതിലിട്ടിട്ട് 2 സ്റ്റാക്ക് സ്റ്റോൺ ബ്രിക്ക് അങ്ങ് ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, സെറ്റ്. കുറേ ടൈം എടുക്കും റെക്കോർഡ് ചെയ്യാൻ. ഓക്കെ, ഇനി ടൈം ലാപ്സ് വെക്കുന്നോ അതോ നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ചിലപ്പോൾ മിക്കവാറും സ്റ്റോൺ തികയത്തില്ലായിരിക്കും. നമ്മളെ എക്സ്റ്റീരിയർ ബിൽഡ് കംപ്ലീറ്റ് കഴിഞ്ഞേക്കാണ്. ഇനി ഇൻറ്റീരിയർ വർക്കും കൂടി ബാക്കിയുള്ളൂ. ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പരിപാടി ക്ലോസ് ചെയ്യും. ഇപ്പം നിലവിലിപ്പം ഇതാണ് നമ്മുടെ വീട്. ഒന്ന് റേറ്റ് ആയി ഗൈസ്, ഇൻറ്റീരിയർ പണി കൂടി കഴിഞ്ഞിട്ട്. പിന്നെ പുറത്ത് കുറച്ച് ഡീറ്റെയിലിംഗ് കൊടുക്കാണ്ട്, ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ്. ഓക്കെ, പിന്നെ ഇവിടെ ഗ്ലാസ് വെക്കണം. അതിന് ഫർണസിൽ നമ്മൾ സാൻഡ് വെച്ചിട്ട് പോവാം. ഓക്കെ, ഗോൾഡ് എന്നിട്ട്
ഓക്കെ, വലിയ ബോറല്ല. വലിയ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. ഓ, ഒരു കാര്യം മറന്ന, ഇതിൻ്റെ താഴേക്ക് മുന്നോട്ട് നമുക്കൊന്ന് കുഴിക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ആ കിച്ചാണിയേ വാതിലടക്കണ്ടേ? അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാട് കുറേ നേരത്തിന് ശേഷം നമ്മുടെ ബേസിൻ്റെ പണി ഫുള്ളായേക്കാണ് ഗായ്സ്. നമ്മൾ പുറത്ത് കുറച്ച് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും കൊടുത്തു. ഇൻറ്റീരിയർ വർക്ക് ഫുൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആകെയുള്ളത് സ്റ്റോറേജ് റൂമിൻ്റെ കുറച്ച് പരിപാടികളാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇവിടെ നമ്മൾ ഫസ്റ്റ് പുറത്ത് എക്സ്റ്റീരിയറിൽ തുടങ്ങാം. ഇവിടെ ജസ്റ്റ് ഒരു ബുക്ക് വെച്ച് ഫ്രെയിം വെച്ച് പിന്നെ ഡോറ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഫസ്റ്റ് ഡാർക്ക് ഓക്കിൻ്റെ ഡോർ വെക്കാനാണ്, അതാണ് ഒരു ഡോറിൻ്റെ സ്റ്റാൻഡേർഡ് സ്ട്രക്ചറായിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇവിടെ വിൻഡോൻ്റെ അളവ് കുറച്ച് ചെറിയൊരു ബോറായിട്ട് തോന്നിയപ്പം പിന്നെ ഈ പൂവ് നമ്മൾ അവിടെ ജസ്റ്റ് കണ്ടപ്പോൾ എടുത്ത് പോന്നു. കുറച്ച് ലീഫും കാര്യങ്ങളും വെച്ചു ടെക്സ്ചറിന്. ആൻഡ് ഇത് നമുക്ക് ഇവിടെ നിന്ന് മാറ്റണം. ഓക്കെ, ഇവിടെ ഒന്നും ചെയ്തില്ല. പിന്നെ നമ്മളെ ചിമ്മിനീൻ്റെ കണക്ഷൻ മാതിരി ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ ബ്രിക്ക് വെച്ചിട്ട്. പിന്നെ ഇവിടെ ലീഫിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങൾ കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെയും ഗ്ലാസിൻ്റെ ഇത് അളവ് കുറച്ചു. ആ ബ്ലോക്ക് അങ്ങനെയൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ക്ലെയിം ചെയ്തിട്ടില്ല, ക്ലെയിം നോക്കട്ടെ. ആൻഡ് ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ഇത് ഇവിടെ സ്മോക്കർ, ഇത് ഫുൾ ടൈം വർക്കിംഗ് ആയിരിക്കും. ഉണ്ടോ പുകയൊക്കെ വരുന്നുണ്ട്, ഫുൾ ടൈം വർക്കിംഗ് ആയിരിക്കും. പിന്നെ നമ്മളെ ചിമ്മിനിൻ്റെ കണക്ഷൻ ഇവിടെ കൊടുത്തു. പിന്നെ ഇവിടെ ആവശ്യത്തിനുള്ള ബാരലും കാര്യങ്ങളൊക്കെ വെച്ച് ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ വെക്കാം. പിന്നെ ഒരു പോട്ട് ഫ്ലവർ പോട്ട് വെച്ചു. ഒരു ഐറ്റം ഫ്രെയിം വെച്ചു, കിച്ചണാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്ലാസ്റ്റ് ഫർണസ്. പിന്നെ സ്റ്റോൺ കട്ടറല്ല, ചിരവയാണ്, തേങ്ങയൊക്കെ ചിരവ. ഞാൻ ഇവിടെ ചെറിയൊരു പോട്ട് കാര്യങ്ങളൊക്കെ വെച്ചു. ഓക്കെ, പിന്നെ ഇത് നമ്മൾ ടെക്സ്ചർ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് താഴെ മാത്രം. കുറേ കാലം ഇവിടെ വീടുണ്ടായിരുന്നു എന്നൊരു അറിയിക്കാനായിട്ട് പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. മൊത്തത്തിലൊരു നൈസായിട്ടുണ്ട്. എൻ്റെ ഡിസൈനാണ്. റൂഫ് പൊതുവെ എല്ലാവരും യൂസ് ചെയ്യുന്ന വേറെ ടൈപ്പ് ഡിസൈൻ. ആ മുകളിലത്തെ സാധനം എൻ്റെ കയ്യിൽ നിന്ന് ഇട്ടതാണ്. ഓക്കെ, പിന്നെ എന്താ അറിയില്ല, ഇത് ഈ ബ്ലോക്കിൻ്റെ ഈ സാധനം ഉണ്ടല്ലോ, ഇതിപ്പോൾ ട്രെൻഡിങ്ങായി വന്നിട്ടുണ്ട് നമ്മളെ K4F അവിടെ സ്പൈഡ് ഇതേ ഡിസൈനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ വേറെ ഏതൊരു ബ്രോയുടെ വീഡിയോ ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. ഇവിടെ പണിയായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഈ ഡർട്ട് ഒന്ന് റീപ്ലേസ് ചെയ്യണം, ഇവിടെ ഫ്ലോർ റീപ്ലേസ് ചെയ്യണം, ഇവിടെ റീപ്ലേസ് ചെയ്യണം. ഇവിടെ ഫുൾ ഐറ്റപ്പ് ചെയ്ത് പിന്നെ ഇതിലൊന്നും വെച്ചിട്ടില്ല. ഐറ്റം ഫ്രെയിമൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെക്കണമെന്ന് വിചാരിച്ച് ആൾക്കാരപ്പോൾ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഇവിടെ വെച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലുപ്പമുള്ള സ്റ്റോറേജാണ്. പിന്നെ 2 ബ്ലോക്കേ ഉള്ളൂ, അത് മതിയാവുമെന്ന് വിചാരിക്കുന്നത്. അല്ലാതെ ഇത് നമ്മളെ സ്റ്റാർട്ടർ ബേസ് അല്ലേ. പിന്നെ വന്നിട്ട് അത്രയൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത്. പിന്നെ നമ്മളെ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഇവിടെ ചെസ്റ്റ് വെച്ചു. ഇവിടെ ഞാൻ ചെസ്റ്റ് വെച്ചില്ല, വെക്കണം. അതിപ്പം തന്നെ വെച്ചേക്കുന്നത് 2 ചെസ്റ്റ് അങ്ങ് ക്രാഫ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, 2 ചെസ്റ്റ്
2 ബാരൽ വേണം. ഓക്കെ, അതും ഞാൻ ക്രാഫ്റ്റ് ചെയ്ത് ഇവിടെ വെക്കട്ടെ. ബാരൽ എന്തിനാന്ന് വെച്ചാൽ ഇവിടെ ചെസ്റ്റ് വെക്കുമ്പോഴൊക്കെ ഇത് ഷവൽ വെച്ച് ഇതിലൊക്കെ ക്ലിക്ക് ചെയ്യേണ്ടി വരുമോ അതൊന്നും അറിയില്ല, നോക്കണം. ഇവിടെ നമ്മൾ ഇത് വെച്ചില്ല, നമ്മൾ ഈ ഓപ്പോസിറ്റ് അല്ല വെച്ചത്, ഇങ്ങനെ വെർട്ടിക്കലായിട്ടാണ് വെച്ചത്. ഇങ്ങനെ വെർട്ടിക്കൽ എന്നാണ് പറയുക തോന്നുന്നത്. പിന്നെ ഇവിടെ എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടുന്നില്ല. നിങ്ങളതിൽ നിന്ന് കമൻറ്റ് ചെയ്യ്, ഇവിടെ എന്താ ചെയ്യാൻ. ഇവിടെ കുറച്ച് സംഗതി ചെയ്യാണ്ട് ഇപ്പം പറഞ്ഞുതരാം. അതിനും കുറച്ച് ബാരൽ വേണം. ബാരൽ സത്യം പറഞ്ഞാൽ സ്റ്റോറേജിനല്ല യൂസ് ചെയ്യുന്നത്, ഡിസൈൻ ആക്കാനാണ് യൂസ് ചെയ്യുന്നത് പൊതുവായിട്ട്. ഞാൻ മാത്രമാണോ അറിയില്ല കേട്ടോ, 1-2 വീഡിയോയിലൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളത്. ആൻഡ് സ്മൂത്ത് സ്റ്റോണ് നമ്മളെ കയ്യിലുണ്ടായിരുന്നു. സ്മൂത്ത് സ്റ്റോൺ വേണം. പിന്നെ ഇവിടെ ഒരു മരം നട്ട് അവർക്ക് എടുത്ത് കൊടുക്കാം. ജസ്റ്റ് അവിടെ വെക്കാനല്ല ഷോക്ക്. എൻ്റെ മോനെ, ഇത് ഞാൻ ഉണ്ടാക്കിയെന്ന് പറയൂ. എനിക്ക് തന്നെ ഒരു അൺബിലീവബിൾ മൂമെൻറ്റ്. നൈസായിട്ടുണ്ട്. ഏതായാലും ഇത്ര ചെറിയ സംഗതി മാക്സിമം നമ്മളെല്ലാ സംഗതിയും എടുത്ത് കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ ആവശ്യമുള്ള സംഗതികളും ഇതിൽ വെച്ചിട്ടുണ്ട്. പാൻ്റ് ഇട്ട് കൊടുത്തു, ചെസ്റ്റ് പ്ലേറ്റ്, ഹെൽമെറ്റ്. ഓക്കെ, അയൺ ആർമർ എടുക്കാം. ഐ തിങ്ക് ഈ അയൺ ആർമർ നമ്മളിതാണ് ഫസ്റ്റ് ഉണ്ടാക്കിയ ആർമർ. ഓക്കെ. പിന്നെ നമ്മളവിടെ ക്ലോക്ക് വെച്ചിട്ടുണ്ട്. ക്ലോക്ക് കിട്ടിയില്ല, ക്ലോക്ക് ഇവിടുന്ന് ഒപ്പിച്ചാൻ കഴിയുന്നതല്ല. തൽക്കാലം ഇവിടെ കോമ്പസ് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അഗെയിൻ ഇവിടെ എന്താ ചെയ്യുകയെന്ന് നിങ്ങൾ പറഞ്ഞുതരും, എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. പിന്നെ നമ്മൾ 2 പെയിൻറ്റിങ് വെച്ചു. ഓക്കെ, ഓൾ സെറ്റ്. ഇനി നമ്മൾ ആ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയേക്കാണ് ഗൈസ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ഓക്കെ, ബൈ ബൈ.